എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം, അതായത് സെക്കൻഡ് റിവൈസ്ഡ് അലോട്ട്മെൻറ്റിന് ശേഷം തേർഡ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു സെക്കൻഡ് റിവൈസ്ഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുകയോ അല്ലെങ്കിൽ കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് അടയ്ക്കുകയോ ചെയ്യാനായിട്ട് സാധിക്കുക. അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് ലഭിച്ച ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മുൻപ് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ നിലവിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഫ്രീസ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജുകൾ വേണമെങ്കിൽ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ റിമൂവൽ, ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാം. അതുപോലെ തന്നെ എങ്ങനെ ഈ ഒരു ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്ത് കൊടുക്കാം എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് എന്ന് പറയുന്നത് അൽമാസ് നഴ്സിംഗ് കോളേജാണ്. അതായത് അൽമാസ് കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം, അസീസി കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, കോളേജ് ഓഫ് നഴ്സിംഗ് ഗുരു എഡ്യൂക്കേഷൻ ട്രസ്റ്റ് കോട്ടയം, അതുപോലെ രുക്മണി കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം. ഇങ്ങനെ 5 കോളേജാണ്, അതായത് 5ഉം സെൽഫ് ഫിനാൻസ് കോളേജുകളാണ്. അപ്പോൾ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഈ ഒരു നിങ്ങൾക്ക് സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. അതിനു മുമ്പായിട്ട് ഏതൊക്കെ വിദ്യാർത്ഥികളാണ് ഈ ഒരു ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ്റെ സ്ഥാനം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു 5ാമത്തെ ഓപ്ഷനാണെന്ന് കരുതുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് എങ്കിൽ ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള 4 ഓപ്ഷനുകൾ ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ വേണ്ട, ഒരു ഉദാഹരണത്തിന് 3ാമത്തെ ഓപ്ഷൻ വേണമെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്കിപ്പോൾ ഇതിൽ 4ാമത്തെ ഓപ്ഷനെ നിങ്ങൾക്ക് 1ാമതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിനെ വേണമെങ്കിൽ 1ാമത്തെ ഓപ്ഷൻ, അത് 4ാമത്തെ ഓപ്ഷൻ നൽകിയ ആ ഒരു കോളേജിൻ്റെ ബോക്സിൽ 1 എന്നും അതുപോലെ തന്നെ 1ാമത്തെ ഓപ്ഷൻ നൽകിയ ബോക്സിൽ 3 എന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം 2ാമത്തേത് 3ാമത്തേത് ഓൾറെഡി റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ നിലനിർത്തി സേവ് ചെയ്ത ഓപ്ഷനുകളെ മാത്രമാണ് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലാണ് സാറ്റിസ്ഫൈഡ്, അതായത് ആ ഒരു സീറ്റ് തന്നെ മതി, ഇനി അടുത്ത അലോട്ട്മെൻറ്റ് ഒന്നും വേണ്ട എങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള 5 സെൽഫ് ഫിനാൻസ് കോളേജ് ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്തും കൊടുക്കാവുന്നതാണ്. ഇനി എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റിലെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതായത് LBS വെബ്സൈറ്റിലെ ഈ ഒരു ഇൻഡെക്സ് പേജിലെ 3 ലൈൻസിൽ അത് സൈഡിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് ഈ ഒരു പേജാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്, അതായത് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ തേർഡ് അലോട്ട്മെൻറ്റ് റീ അറേഞ്ച്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു രജിസ്റ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് അലോട്ട്മെൻറ്റാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കാണാം. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും കാണിക്കാത്തത്. അതുപോലെ അലോട്ട്മെൻറ്റ് നമ്പർ എത്രയാണെന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീ പേയ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ചലാൻ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺലൈൻ മോഡ് സെലക്ട് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാലൻസ് ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫീസ് കാണാൻ പറ്റും. അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു നഴ്സിംഗിന് മുമ്പായിട്ടാണ് നിങ്ങൾക്കിപ്പോൾ ആദ്യം ലഭിച്ചത് ഈ ഒരു BSc MLT കോഴ്സിന് ഗവൺമെൻറ് കോളേജിലാണ് എങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു 20,860 സംതിങ് രൂപയാണ് ഫീസ് വരുന്നത്. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ നഴ്സിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ 23,170 രൂപയാണ് ഫീസ് വരിക. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഏകദേശം എക്സ്ട്രാ ആയിട്ട് 2,000 സംതിങ് രൂപ അടക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലാൻ വഴിയോ അടക്കാം. ചലാൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് എന്നുള്ളത് അതിൽ കാണാൻ പറ്റും. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആ ഒരു മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചലാൻ ഓൺലൈൻ മോഡ് വഴി, അതായത് നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് അടക്കാം. ഓൺലൈൻ വഴി അടക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് ഈ രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ തേർഡ് അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിൻ്റെ, അതായത് അവിടെ റീ അറേഞ്ച്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി എങ്ങനെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാം, അതുപോലെ ഓപ്ഷൻ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അതുപോലെ പുതിയ കോളേജ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇവിടെ ഈ ഒരു ഓപ്ഷൻ്റെ ആ ഒരു ഭാഗം ഒരു ഇളം പച്ച ബാക്ക്ഗ്രൗണ്ടിലാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള 5 കോളേജ് നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ ആ ഒരു ഭാഗം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും കാണാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ നൽകാത്ത ഓപ്ഷൻസ് മനസ്സിലാക്കാവുന്നതും പുതുതായിട്ട് വന്നിട്ടുള്ള 5 സെൽഫ് ഫിനാൻസ് കോളേജ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നിലവിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കിപ്പോൾ, അതായത് ഒരു ഉദാഹരണം നോക്കാം, ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ്
അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇതിന് മുകളിലുള്ള 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകളെ മാത്രമേ ഈ ഒരു ലിസ്റ്റിൽ കാണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പുതുതായിട്ട് വന്നുള്ള 5 കോളേജ് ഓപ്ഷൻ നൽകാനായിട്ടും കാണിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിലവിൽ ലഭിച്ച കോളേജ് തന്നെ മതി എന്നാണ്, അതായത് ആ ഒരു ഓപ്ഷൻ തന്നെ മതി, ഹയർ ഓപ്ഷൻസ് ഒന്നും ഇനി വേണ്ട, പുതിയ കോളേജ് ഒന്നും ആഡ് ചെയ്യേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു 5ാമത്തെ ഓപ്ഷൻ്റെ മുകളിലുള്ള 1 മുതൽ 4 വരെയുള്ള ഓപ്ഷൻ ഈ ഒരു ലിസ്റ്റിൽ കാണാം. അതിൽ നിന്നും നിങ്ങൾക്ക് റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്യുകയും അതിനുശേഷം ഇവിടെയുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻ സേവ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കോളേജാണ് സെലക്ട് ചെയ്തതെന്ന് സംബന്ധിച്ചുള്ള ലിസ്റ്റ് താഴെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മുഴുവൻ ഓപ്ഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും കാണാനായിട്ട് പറ്റുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട്, അതായത് ഇനി ഈ ഒരു അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികളുടെ ഹയർ ഓപ്ഷൻ അതേപോലെ നിലനിർത്താം. അതുപോലെ പുതുതായിട്ട് വന്നുള്ള 5 സെൽഫ് ഫിനാൻസ് കോളേജ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ പുതുതായിട്ട് വന്നിട്ടുള്ള നഴ്സിംഗ് കോളേജ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ്റെ, അതായത് ഇവിടെ നിങ്ങൾക്ക് ബോക്സ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഓപ്ഷൻ നമ്പർ കൊടുത്ത്, അതായത് എല്ലാ ബോക്സിലും ഇതേ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ നമ്പർ കൊടുക്കുകയും അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അതിന് താഴെയായിട്ട് നിങ്ങൾ നൽകിയുള്ള കോളേജിൻ്റെ ലിസ്റ്റ് ഇതേപോലെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റു ഓപ്ഷനുകളും അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള 5 കോളേജുമാണ് ഈ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ കാണുക. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം സേവ് ചെയ്യുകയും ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ എല്ലാ ഓപ്ഷൻ്റെ നേരെയുള്ള റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു വേണ്ടാത്ത ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ആ ഒരു എഡിറ്റിംഗ് സേവ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ മുഴുവൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ സെലക്ടഡ് കോഴ്സ് ഓപ്ഷൻസിൽ നിന്നും, അതായത് ഈ ഒരു ഓപ്ഷൻസിൽ നിന്നും ആ ഒരു കോളേജിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള 5 കോളേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് സെൽഫ് ഫിനാൻസ് കോളേജാണെങ്കിൽ 5 ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുൻപുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഈ ഒരു ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ ഇപ്പോൾ വീണ്ടും ആ ഒരു ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരാം. അത് ആദ്യം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം പരിശോധിക്കുക. ഈ ഒരു റിവൈസ്ഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ നിലവിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എങ്ങനെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ എന്ത് തരത്തിലുള്ള ഓപ്ഷൻസ് റീ അറേഞ്ച്മെൻറ്റ് ചെയ്താലും, അതായത് പുതിയതായിട്ട് വന്നുള്ള 5 കോളേജ് ആഡ് ചെയ്താലും അതുപോലെ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് നിലവിൽ ലഭിച്ച കോളേജ് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കണം, സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താലും നിങ്ങൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു സെലക്ടഡ് കോഴ്സ് ഓപ്ഷൻസിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമല്ല. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പുതുതായിട്ട് വന്നുള്ള കോളേജ് ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അടുത്ത അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട്, അതായത് നിലവിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ പുതുതായിട്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിൽ കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് പോവുകയും പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഈ ഒരു പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.